ഹലോ നമസ്കാരം. രാത്രിയിൽ ഹെവി ഭക്ഷണങ്ങൾ കഴിക്കരുതേ പറയാം. എന്താ അറിയില്ല, രാത്രി ആയിപ്പോഴേ ഭയങ്കര ഒരു പൂതി. കുറച്ച് ബീഫും പൊറാട്ടയും നടന്ന് എന്താണെങ്കിലും കുറച്ച് ബീഫിന് പോയി വാങ്ങിക്കൊടുത്തു. നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കി കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പപ്പ് പറയണ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മസാലകൾ വളരെ കുറവ് മതി. പിന്നെ നമ്മളെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പാടെ അങ്ങനെ ചതച്ചത്, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പാടെ ചതച്ചത്, കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഇതും പാടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ പച്ച വെളിച്ചെണ്ണയും ഒക്കെ പാടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ബീഫിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നന്നായി അറിയാൻ പറ്റും. നല്ല അടിപൊളി ബീഫുമാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക കഴിഞ്ഞാൽ കുറച്ച് കുക്കറിൽ വെള്ളം എടുത്തിട്ട് ഈ ബീഫിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നോക്കി, നല്ല അടിപൊളിയായിട്ട് ബീഫ് ഇങ്ങനെ വെന്തിട്ടുണ്ട്. അതിന് ആ നെയ്യ് ഇങ്ങനെ ഉതിർന്നിട്ട് ആ കറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് നല്ല രസമാട്ടോ. എന്താണെങ്കിലും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൺചട്ടിയാണ്. മൺചട്ടിക്ക് നല്ല കുറച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറച്ചിടുക, കുറച്ച് കറിവേപ്പില, തക്കാളി, ഇത് ഈ മൺചട്ടിയിലിട്ടിട്ട് ഇതിനുണ്ട് വരട്ടി, ഈ മൂന്നിനെയും പാടുണ്ട് വരട്ടി നന്നായിട്ട് എടുക്കുമ്പോൾ തന്നെ ആ മൺചട്ടി നമ്മളെ ചൂടാകുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും വരാണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാലയും പാടെ കുറച്ചൊന്നും മിക്സ് ചെയ്തിട്ടുണ്ടാണ്. ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുത്തു, നന്നായി മിക്സ് ചെയ്ത് ആ കുക്കറത്തെ ബീഫിനെ കൊണ്ട് മാറ്റി കുറച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ആ ചെറിയുള്ളി, കുറച്ച് എന്താ പറയുക, ആ കറിവേപ്പില നമ്മൾ ആ മൺചട്ടിയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ തിളക്കുമ്പോഴേ കുറച്ചൊരു വളരെ നൈസായിട്ട് ആ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് പായം കൊടുക്കുക. ഓക്കെ, നമ്മളെ ബീഫിൻ്റെ ടേസ്റ്റ് ഒക്കെ അത് മൺചട്ടിയിലാവുമ്പോഴേ അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ എന്താ രസം എന്നറിയോ. നല്ല ഒന്നും നോക്കിയില്ല, പൊറാട്ടയും കൂട്ടിയിട്ട് എൻ്റെ പൊറാട്ടയും അടിച്ചന് പൊളിച്ചു. ഒരു